ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്ട്രിക്. നമ്മുടെ ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് ദ ബൈനോമിയൽ ഓഫ് ഡിഗ്രി 35 ആൻഡ് ദ മോണോമിയൽ ഓഫ് ഡിഗ്രി 100. നമുക്ക് ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് കണക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗീവ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് എ ബൈനോമിയൽ ഓഫ് ഡിഗ്രി 35 ആൻഡ് മോണോമിയൽ ഓഫ് ഡിഗ്രി 100. അപ്പൊ എന്താണ്? ഡിഗ്രി 35 ആയിട്ടുള്ള ഒരു ബൈനോമിയലിനും ഡിഗ്രി 100 ആയിട്ടുള്ള ഒരു മോണോമിയലിനും എക്സാമ്പിൾ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത് എന്താണ് ബൈനോമിയൽ എന്നും എന്താണ് മോണോമിയൽ എന്നും നമ്മളെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് ബൈനോമിയൽ? ബൈനോമിയൽ എന്ന് വെച്ചാൽ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, അത് ഇപ്പോഴും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ട് ടേം വേണം അല്ലെ. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ടേം ഉള്ളതിനെയാണ് നമ്മൾ ബൈനോമിയൽ എന്ന് പറഞ്ഞത്. പിന്നെ ടേം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ടേം എന്താണ്? നമ്മൾ 2x എന്നെഴുതിയ ഒരു ടേം ആണ് അല്ലെ. പിന്നെ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലസോ മൈനസോ സൈൻ ഉണ്ടെങ്കിൽ അതിന് 2 ടേം ആവും അല്ലെ. ഇതിനകത്ത് നോക്കിക്കേ, 2x + y ഇതെന്താണ്? ഒരു ബൈനോമിയൽ ടേം ആണ്. കാര്യം എന്ന് വെച്ചാൽ ബൈനോമിയൽ ആണ്, അതായത് രണ്ട് ടേം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ബൈനോമിയൽ എന്ന് പറയാം അല്ലെ. അപ്പൊ അത് കണക്ക് തന്നെ നമുക്ക് എന്താണ് മോണോമിയൽ? പിന്നെ അവർ ചോദിച്ചിരിക്കുന്ന മോണോമിയലും ചോദിച്ചിട്ടുണ്ട് അല്ലെ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മോണോമിയൽ ഒറ്റ ടേം മാത്രമേ കാണാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഒറ്റ ടേം മാത്രം എഴുതുക. അപ്പൊ എന്താണ്? അതൊരു മോണോമിയൽ ആയി അല്ലെ. പിന്നെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഗീവ് എക്സാമ്പിൾ ഓഫ് ഈച്ച് ഓഫ് എ ബൈനോമിയൽ ഡിഗ്രി 35. ബൈനോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കണം? 35 ആയിരിക്കണം. നമുക്ക് അതിന്റെ ഡിഗ്രിയും കൊടുക്കാം 35. പിന്നെ മോണോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കണം? 100 ആയിരിക്കണം. അതിന്റെയും നമുക്ക് ഡിഗ്രി കൊടുക്കാം 100. കണ്ടോ? ഇത്രയും ഒരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടമുള്ള ഒരു ബൈനോമിയൽ എഴുതുക. എക്സാമ്പിൾ 2x + 1 2 ടേം ഉള്ളതിനെ എല്ലാം നമ്മൾ ബൈനോമിയൽ എന്ന് പറയും. മോണോമിയൽ എന്ന് പറഞ്ഞാലോ ഓൺലി 1 ടേം ഉള്ളതിനെ മാത്രം നമ്മൾ എന്താണ് മോണോമിയൽ എന്ന് പറയും. ഇത് രണ്ടും ആയല്ലോ. ഇത് ബൈനോമിയലായി ഇതെന്താണ്? മോണോമിയലുമായി അല്ലെ. ഇനി എന്താ അവര് പറഞ്ഞിരിക്കുന്നത്? ഒരെണ്ണത്തിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഡിഗ്രി എന്താണ്? വേരിയബിളിന്റെ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ അതായത് നമ്മൾ 2x പവർ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 35 ഡിഗ്രി. 2x ഇതിന്റെ ഡിഗ്രി എന്തായിരിക്കണം? 35 ആയിരിക്കണം. മോണോമിയലിന്റെ ഡിഗ്രി എന്തായിരിക്കണം? 100 ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ബൈനോമിയൽ, എന്താണ് മോണോമിയൽ. അതാണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിളിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അവര് ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ. അപ്പൊ നമ്മളത് വേരിയബിൾ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ അല്ലെ. വളരെ ഈസിയാണ്. അപ്പൊ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ എന്റെ വീഡിയോ പിന്നെ ആദ്യമായി കാണുന്നവര് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.